കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഒരാള് മാപ്പുമായി വന്നിട്ടുണ്ട്. ആരാണ് ചോദിച്ചത്? മാപ്പു നൽകൂ മഹാമതേ. മാപ്പു നൽകൂ. ഒരു പാട്ടും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരുന്നെങ്കിൽ നന്നായേനെ. പറഞ്ഞു വന്നത് വേറെ ആരെയും പറ്റിയല്ല, നമ്മുടെ സ്വന്തം പെളിമണി. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് പെളിമണി ട്രാൻസ്ലേറ്റർ എന്ന് കിട്ടുക നന്നായിരിക്കും. ഇതൊരു ട്രാൻസ്ലേഷണൽ വീഡിയോ ആണ് ഗൈസ്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നല്ല രീതിയിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ. പെളിമണിയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം, ഒന്ന്, കൈവിട്ടുപോയ ഇമേജ് തിരിച്ചു പിടിക്കുക. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രണ്ട്, ഞാൻ എന്റെ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതല്ല, നിങ്ങൾ വിചാരിച്ചതല്ല, നിങ്ങൾ വായിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ വേറെ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇത് ആളുകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടുത്തെ ആളുകൾക്ക് എഴുത്തും വായന അറിയത്തില്ലല്ലോ. മൂന്നാമത്തത്, മെയിൻ ഉദ്ദേശം, പെളിമണി ഈ ഒരു സബ്ജക്റ്റിനകത്ത് തന്റെ ഒപ്പീനിയൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ 5.7 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 57 ലാഖ് ആളുകൾ. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5.3 മില്യൺ, 53 ലക്ഷം ആളുകൾ, ഓൾമോസ്റ്റ് 4 ലക്ഷം ആളുകളാണ് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് കുറയ്ക്കണം, എങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞു കാലി പിടിച്ചോ ഒന്ന് കുറയ്ക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ I think it's very important that I do this video. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ, അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എൻ്റെ വാക്കുകളുകൊണ്ടും എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്, അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. അതിനൊന്നും ഇല്ലേ? ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി. അപ്പം പെളിമണി ആ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം എന്റെ കമന്റ് ബോക്സിൽ DM-ൽ വന്ന പ്രഷർ, മറ്റുള്ളവർ പോസ്റ്റ് ഇടൂ എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ ഇട്ട ഒരു പോസ്റ്റ്. അത് മനസ്സിലായി. അല്ലാതെ രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടക്കുന്നു, അതിന് എന്റെ ഒരു അഭിപ്രായം പറയണം, ആളുകളെ അവെയർ ആക്കണം എന്ന് സ്വയം തോന്നിയിട്ടതല്ല. ആളുകൾ നിർബന്ധിച്ചുകൊണ്ട് ഇട്ടതാ, അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊരു ടോണ് അതിനകത്തുണ്ടോ? ഉള്ളതുപോലെ തോന്നുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഇട്ടതാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് ഇങ്ങനൊരു സംഭവത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഈ കാര്യത്തിൽ ഇതാണ് എന്റെ നിലപാട് എന്നൊരു ഉറച്ച നിലപാട് ജനങ്ങളെ അറിയിക്കണം. അതാണ് വേണ്ടത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ നിർബന്ധപ്രകാരം പോസ്റ്റ് ഇട്ട് ആർക്കാണ്ടും വേണ്ടിയിട്ട് വന്ന് ഛർദ്ദിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നമുക്ക് പറയാനുള്ളത്, സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ ഇല്ലാത്തവർ, ഇനി അഭിപ്രായം ഉണ്ട് പക്ഷെ അത് പറയാനുള്ള നട്ടല്ലില്ല, അങ്ങനെയുള്ളവരും മിണ്ടാതിരിക്കൂ. അതായിരിക്കും നല്ലത്. ഈ തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. Stay safe. If your life is in danger, go back home.
നോ കോസ് ഇസ് വർത്ത് ലൂസിംഗ് എ ലൈഫ് ഓവർ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്, അയ്യോ ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചത്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം നോബഡി. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആവോടാ, അവരെങ്ങനെയാടാ ഫീൽ ചെയ്തത്? നമുക്ക് തെറ്റ് പറ്റി, നമുക്ക് വായിച്ചു നോക്കിയപ്പോ നമുക്ക് തെറ്റ് പറ്റിയത് കേട്ടോ. എന്തൊക്കെ തെറ്റിദ്ധാരണകളെന്ന് ആലോചിച്ച് നോക്കണേ. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇനി അടുത്ത തവണ ഇനി ഇതുപോലുള്ള പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഒരു ഡിസ്ക്ലെയിമർ താഴെ കൊടുക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇതാണ് എന്നൊരു ഡിസ്ക്ലെയിമർ കൊടുത്താൽ നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ അങ്ങോട്ട് ഒഴിവാക്കാരുത്. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനൊക്കെ ഡിസ്ക്ലെയിമർ എഴുതുന്നത് ഇതിങ്ങനെയാണ് വായിക്കേണ്ടത്. കാര്യം നമ്മൾ വായിച്ച ടോണിലല്ല നമ്മൾ വായിക്കേണ്ടത്, ഈ രീതിയിലാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇത് കൂട്ടക്ഷരമാണ്. ഈ ഡോക്ടർമാർ എഴുതില്ലേ അതുപോലത്തെ. We remember courage, compassion, meaningful change and a generation that helped change a stronger, shape a stronger India. So എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. I hope ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു ജനറേഷനെയാണ്, ഒരു ജനതയാണ് that helped കറേജോടെ, ധൈര്യത്തോടെ, കമ്പാഷൻ, സ്നേഹത്തോടെ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വെച്ച്? At the same time ഒരു മീനിങ്ഫുൾ ചേഞ്ചിന് വേണ്ടി പൊരുതിയ ഒരു ജനതയെ വേണം നമ്മൾ ഓർക്കാൻ. ഇത് സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ് ഒന്നും ഇല്ല, പെള്ളിമണിയുടെ പോസ്റ്റ് ആണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പം ഇത്രയും ഇങ്ങനെ വികാരഭരിതരായിട്ട് വേണം നമ്മൾ ഇവരെയൊക്കെ ഓർക്കണം എന്നാണ് ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 4 പേജ് കഥ, 4 പേജ്. ഈ 4 പേജിൽ ഒരിടത്ത് പോലും ഈ കുട്ടികളെ പിന്തുണയ്ക്കുന്നു എന്നൊരു വാക്ക് അല്ലെങ്കിൽ അതിന് ഫീല് തരുന്ന രീതിയിൽ ഒരു സാധനമോ നമുക്ക് എവിടെയും കിട്ടിയില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. ടോവിനോ തോമസ് ഒക്കെ പുള്ളിക്കാരൻ പോസ്റ്റ് ഇട്ട സമയത്ത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ സമരത്തിൽ ഞാൻ അവരോടൊപ്പം നിൽക്കും, ഇതിന് പിന്തുണ പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. People, I believe I have a responsibility to speak with care, especially during times like these. ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ടെൻസ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. So please don't take anybody's opinion, including mine, as the absolute truth. അതുകൊണ്ട് ആരുടെ ഒപ്പീനിയനും, അത് എന്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, അത് ഫൈനൽ ട്രൂത്ത് ആണ്, അതാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്താ ഉറക്കം വരുന്നു. എനിക്ക് റെസ്പോൺസിബിൾ ആയിട്ട് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ ഒരൊറ്റ ഒരത്തിന്റെ എന്റെ പോലെ നിങ്ങൾ വിശ്വസിക്കരുത്. ആലോചിച്ച് നോക്കിയേ, ആരും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പുള്ളിക്കാരത്തിക്ക് എന്നെ പുള്ളിക്കാരത്തെ വിശ്വാസമില്ല. ഞാൻ പറയുന്നത് പൊട്ടത്തെറ്റാണോ കൊട്ടത്തെറ്റാണോ എന്ന് പുള്ളിക്കാരത്തിക്ക് പോലും അറിയത്തില്ല. ഈ 4 പേജിലുള്ള പോസ്റ്റിലുടനീളം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്ന പേളി, ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പേളിയാണ് നമുക്ക് ആ പോസ്റ്റ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഡബിൾ സ്റ്റാൻഡ്. അത് തന്നെയാണ് ഇത് എൻറ്റയർ പോസ്റ്റിന് അത് ഇത്രയും പ്രശ്നമായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്തത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.